പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന 117 അംഗങ്ങൾക്ക് ഇന്ത്യൻ ടീമിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജയ്മാത പബ്ലിക് സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളോടെ വിളംബരവുമായി മരത്തോൺ നടത്തി. കോവിൽക്കടവിൽ നിന്ന് മരത്തോൺ ആരംഭിച്ച് മറയൂർ ബസ് സ്റ്റാൻഡിൽ അവസാനിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയ് കാളിദാസ്, സ്കൂൾ PTA പ്രസിഡന്റ് ബിജു എന്നിവർ ഫ്ളാഗ് ഓഫ് ചെയ്തു. 5 കിലോമീറ്ററായിരുന്നു മരത്തോൺ. ഇടുക്കി ബദലിൽ നിന്നെത്തിയ 58-കാരി മേരിക്കുട്ടി ജെയിംസ് 5 കിലോമീറ്റർ മരത്തോൺ പൂർത്തിയാക്കി. 100 കണക്കിന് ആളുകളാണ് മരത്തോണിൽ പങ്കെടുത്തത്. കോതമംഗലം MA കോളേജിലെ മനോജ് 1-ാം സ്ഥാനം നേടി. പെൺകുട്ടികളുടെ 4 കിലോമീറ്ററിൽ തമിഴ്നാട് തിരുപ്പൂർ JMGSS ലേജെ 1-ാം സ്ഥാനം നേടി. വിജയികൾക്ക് മറയൂർ പോലീസ് ഇൻസ്പെക്ടർ TR ജിജു, മറയൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അബ്ജു K അരുൺ, എക്സൈസ് ഇൻസ്പെക്ടർ T സജിത്ത്, കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PT തങ്കച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയ് കാളിദാസ്, പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസി പുറവക്കാട് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ. வர முடியுமா? அவங்களால முடியாது இல்லையா? இவங்க நடந்தே போயிடுறாங்க, இவங்க நடந்தும் போறாங்க. திருச்சி வர முடியுமான்னு தெரியல அவங்களால. ஆனா ஜென்ஸ் நிறைய மேல முன்னாடி போயிட்டாங்க. வீடியோ எடுத்து பண்ணுங்க. எடுத்துட்டு ജയ്മാത പബ്ലിക് സ്കൂൾ അണിയിച്ചൊരുക്കുന്ന സിൽവർ ജൂബിലി നിറവ് നൽകുന്ന ജയ്മാത പബ്ലിക് സ്കൂൾ അണിയിച്ചൊരുക്കുന്ന ഒളിമ്പിയ മാരത്തോൺ 2024 ഈ വാഹനത്തിൽ തൊട്ടു പിന്നാലെ കടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു നാടിന്റെ രാജ്യങ്ങളുടെ ഭാഗം അണിയിച്ചുകൊണ്ട് ഒളിമ്പിയ മാരത്തോൺ 2024 ഈ വാഹനത്തിൽ തൊട്ടു പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു.
സിൽവർ ജൂബിലി നിറവിൽ നിൽക്കുന്ന ജയ്മാത പബ്ലിക് സ്കൂൾ അണിയിച്ചൊരുക്കുന്ന രാജ്യവീതികൾ പുളകമണയിച്ചുകൊണ്ട് അഞ്ചുനാടിന്റെ രാജ്യവീതികൾ പുളകമണയിച്ചുകൊണ്ട് ഈ വാഹനത്തിൽ തൊട്ട് പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അഞ്ചുനാടിന്റെ പുതിയ വിദ്യാഭ്യാസ സംസ്കാരം രൂപീകരണത്തിന് ജയ്മാത പബ്ലിക് സ്കൂൾ സിൽവർ ജൂബിലി നിറവിൽ നിൽക്കുമ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിനെ കരുത്തേകുവാനായി പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിനെ ഓരോ അംഗങ്ങളും കരുത്തേകുവാനായി അഞ്ചുനാട്ടിലെ കായിക താരങ്ങൾ അണിനിരക്കുന്ന ഒളിമ്പിയ മാരത്തോൺ 2K24 ഇതാ ഈ വാഹനത്തിൽ തൊട്ട് പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് യുവതിവാക്കളും ചെറുപ്പക്കാരും പങ്കെടുക്കുന്ന ഹിച്ചാലും ആശീർവദിച്ചാലും സിൽവർ ജൂബിലി നിറവിൽ നിൽക്കുന്ന ജയ്മാത പബ്ലിക് സ്കൂൾ സിൽവർ ജൂബിലി നിറവിൽ നിൽക്കുന്ന ജയ്മാത പബ്ലിക് സ്കൂളിലെ കായിക താരങ്ങൾ കായിക പ്രേമികൾ അഞ്ചുനാടിന്റെ കായിക താരങ്ങൾ എല്ലാവരും അണിനിരുന്നുകൊണ്ട് ഇതാ അഞ്ചുനാടിന്റെ പുതിയ കായിക സംസ്കാരം ഒളിമ്പിയ മാരത്തോൺ 2K24 ഇതാ ഈ വാഹനത്തോട് പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിനെ കരുത്തേകുവാനായി പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിനെ ഓരോന്നും കരുത്തേകുവാനായി ജയ്മാത പബ്ലിക് സ്കൂൾ അണിയിച്ചിരിക്കുന്നുണ്ട്. അഞ്ചുനാട്ടിലെ കായിക താരങ്ങൾ അണിനിരക്കുന്ന കായിക മാമാകം ഒളിമ്പിയ മാരത്തോൺ 2K24 ഇതാ ഈ വാഹനത്തിൽ തൊട്ട് പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും ഒളിമ്പിയ മാരത്തോൺ 2K24 സിൽവർ ജൂബിലി നിറവിൽ നിൽക്കുന്ന ജയ്മാത പബ്ലിക് സ്കൂൾ അണിയിച്ചൊരുക്കുന്ന മിനി മാരത്തോൺ ഒളിമ്പിയ മാരത്തോൺ കായിക സംസ്കാരമായി പുതിയ കായിക സംസ്കാരമായി അഞ്ചുനാടിന്റെ രാജ്യത്തിന് പുറകമണിയിച്ചുകൊണ്ട് അഞ്ചുനാടിലെ കായിക താരങ്ങൾ അണിനിരക്കുന്ന മാരത്തോൺ റേസ് ഒളിമ്പിയയിലെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമുകളെ പിന്തുണയർപ്പിച്ചുകൊണ്ട് അഞ്ചുനാട്ടിലെ കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ഒളിമ്പിക്സ് മാമാങ്കം ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജയ്മാത പബ്ലിക് സ്കൂൾ അണിയിച്ചൊരുക്കിയ കായിക മാമാങ്കം ഇതാ പരീക്ഷകളെ കൊണ്ടുവാനായി നിൽക്കുന്നു. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും ജയ്മാത പബ്ലിക് സ്കൂൾ അണിയിച്ചൊരുക്കുന്ന ജയ്മാത പബ്ലിക് സ്കൂൾ അണിയിച്ചൊരുക്കുന്ന കായിക മാമാങ്കം പബ്ലിക് സ്കൂൾ അണിയിച്ചൊരുക്കുന്ന മിനി മാരത്തോൺ ഒളിമ്പിയ മാരത്തോൺ പരീക്ഷകളെ എത്തിച്ചേർന്നിരിക്കുന്നു. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും മത്സരം മനുഷ്യൻ പരിണമിക്കുണ്ടായ കാരണങ്ങൾ തോന്നുന്നതാണ്. മറ്റേകാലഘട്ട മത്സരം ഈ രീതിയായിരുന്നില്ല. അവിടെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളായിരുന്നു. അവിടെ വ്യക്തമായ നിയമവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അവിടെ പരാജയപ്പെടുന്നവർക്ക് പിന്നീട് മറ്റൊരു അവസരം കിട്ടിയെന്ന് വരത്തില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് കാലം മാറി ആധുനിക സമൂഹം വന്നു. ഇവിടെ ഇപ്പോൾ മത്സരങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു അവസ്ഥയാണ്. കാരണം അത് വിദ്യാർത്ഥികളാണെങ്കിലും ഒരു സമൂഹമാണെങ്കിലും ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും മത്സരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മത്സരം അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. ലൈഫ് സ്കിൽസ് പ്രധാനപ്പെട്ട 10 ലൈഫ് സ്കിൽസാണുള്ളത്. ഈ ലൈഫ് സ്കിൽസ് വർദ്ധിപ്പിക്കാനും തോൽവികളെ അഭിമുഖീകരിക്കാനും സ്ട്രെസ് മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് അങ്ങനെ വിവിധങ്ങളായി സഹായിക്കുന്നു. അതുപോലെ തന്നെ ഒരു സമൂഹമാണെങ്കിൽ മത്സരാധിഷ്ഠിത എക്കണോമിയിൽ മാത്രമേ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുള്ളൂ. മത്സരിക്കാൻ ആളുകളുണ്ടെങ്കിൽ നമ്മളുടെ കാര്യക്ഷമത വർദ്ധിക്കും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമ്മുടെ GDP ഗ്രോത്ത് അല്ലെങ്കിൽ നമുക്ക് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കുറഞ്ഞ വിലയിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ മത്സരം അത്യാവശ്യമാണ്. അപ്പോൾ ഏത് നിലയിൽ നോക്കിയാലും മത്സരാധിഷ്ഠിത സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ മത്സരത്തെ അഭിമുഖീകരിക്കാതെ നമുക്കൊരു ലൈഫില്ല. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയാവുന്നത് സ്ട്രെസ്സാണ്. നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും അതല്ല ഏത് മത്സരത്തിൽ പോകുമ്പോഴും നമുക്കൊരു ചെറിയ സ്ട്രെസ് ഉണ്ടാകും. ആ സ്ട്രെസ് മാനേജ് ചെയ്യാൻ നമ്മൾ ഒരു മത്സരത്തിലൂടെ പഠിക്കുക. സ്ട്രെസ് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. അപ്പോൾ ഈ മത്സരാധിഷ്ഠിത സമൂഹത്തിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. മത്സരം ഫെയറായിരിക്കണം, ഒറ്റയ്ക്കായിരിക്കണം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്പോർട്സിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും സമൂഹത്തിൽ
എത്തിക്കലായിട്ട് ഫെയറായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ നിന്നോട് പറയാനുള്ളത്. ഈ മാരത്തോൺ മത്സരത്തിൽ ഇന്നത്തെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇന്ന് പാരീസിൽ ഒളിമ്പിക്സ് ആരംഭിക്കുകയാണ്. വളരെ വലിയൊരു മത്സരം ആണ്. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നവർക്കും ഇന്ന് മുന്നോടിയായി ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും കായിക പ്രേമികൾക്കും ആശംസകൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. Thank you, sir, for the guiding words. നല്ലൊരു ഗൈഡനും ഡയറക്ടർ നിയമനത്തിലൂടെ എക്സൈസ് ഇൻസ്പെക്ടറായി നിയമനം കരസ്ഥമാക്കുകയും 2 മാസത്തിനുള്ളിൽ എക്സൈസ് സബ് ഇൻസ്പെക്ടറായി പ്രൊമോഷൻ നേടാൻ കാത്തിരിക്കുകയും ചെയ്യുന്ന ഏത് ആദരണീയമായ വ്യക്തിയാണ് മിസ്റ്റർ സെക്രട്ടറി എക്സൈസ് ഇൻസ്പെക്ടർ ഓഫ് മറയൂർ. ആശംസകൾ അർപ്പിക്കുന്നതിനായി സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ പബ്ലിക് സ്കൂൾ സംഘടിപ്പിച്ച ഈ മാരത്തോൺ എല്ലാവരും ആശംസകളും അതിൻ്റെ സംഘാടകർക്കും അതോടൊപ്പം മത്സരിച്ച എല്ലാവർക്കും അറിയിക്കുകയാണ്. ആദ്യമായി 1896 ആധുനിക ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. ഗ്രീസിൽ ഏതൻസിലാണ് ആരംഭിച്ചത്. അതിപ്പോൾ പാരീസിൽ എത്തിയിരിക്കുന്നു. അപ്പൊ ഇന്നിപ്പോ പങ്കെടുത്ത കുട്ടികളായിട്ട് പറയാനുള്ളത് കുട്ടികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഈ ആധുനിക ഒളിമ്പിക്സ് പിതാവിനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് മത്സരത്തിൽ ജയപരാജയങ്ങൾ എന്നൊന്നില്ല, മത്സരിക്കുക എന്നാണ് പ്രാർത്ഥന. അപ്പോൾ എല്ലാവരെയും ഇപ്പൊ നമ്മുടെ ഒരുപാട് കാര്യങ്ങളായി പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ മറയൂരിലെ കുറച്ച് ഗ്രാമത്തിലുണ്ട്. മറയൂരിലെ ഒരു ഒഴിവിനല്ല ഒത്തിരി ഒഴിവിന്മാർ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ വലിയൊരു മാരത്തോൺ സംഘടിപ്പിച്ച നമ്മുടെ സ്കൂളിലെ എല്ലാ സംഘാടകർക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും നല്ലൊരു എക്സൈസ് റേഞ്ചിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതുമായി. നമ്മുടെ മറ്റൊരു വിശിഷ്ടാതിഥിയാണ് ബഹുമാനായ മിസ്റ്റർ അബ്ദുൽ കരീം സർ, റേഞ്ചർ ഓഫ് മറയൂർ. 8 വർഷത്തെ പോലീസ് സേവനത്തിന് ശേഷം സർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. കാക്കിക്കുള്ളിലെ കലാകൃതയും എന്നത് ഏറ്റവും ഉത്തമമായ മാതൃകയാണ് സർ. നല്ലൊരു കലാകാരനും നന്നായി കത്തി പാരായണം ചെയ്യുന്ന വ്യക്തി കൂടിയാണ് സർ. സാറിനെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ പേരിൽ ആശംസ ക്ഷണിക്കുന്നു. സദസ്സിലുള്ള പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിൽ എത്തിച്ചുകൊണ്ട് ഒളിമ്പിയ 2004 ഒരു മഹാ ഇവന്റ് നിയമദാസങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ടു. അതുമായി വലിയൊരു ഇവന്റ് നടത്തിയ സ്കൂൾ മാനേജ്മെന്റിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ടു. നമുക്കറിയാം, ഇടുക്കി എന്ന് പറയുന്നത് ഒരുപാട് അഭിനന്ദന്മാരും അതുപോലെ തന്നെ ഒരുപാട് സ്പോർട്സ് ആൾക്കാരും മഹത്വമുള്ള ഒരു നാടാണ് ഇടുക്കി. അതിനെ തീർച്ചയായും ഇങ്ങനൊരു പ്രോഗ്രാം നടത്തപ്പെടുമ്പോൾ ആ കുട്ടികൾക്ക് ഒരു പ്രചോദനമാണ്, അതിലേക്ക് അവർക്ക് പ്രചോദനമാണ്. തീർച്ചയായും ഇങ്ങനെയുള്ള കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്താനുള്ള ഒരു അവസരം കൂടിയാണ്. ഈ അവസരം ഒരുക്കി തന്നത് വളരെ പ്രചോദനകരമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ഉയരങ്ങളിലേക്ക് കൂടി പോകുന്നത് ഒരുപാട് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പേരിൽ പഠിക്കുന്നത് എല്ലാവർക്കും to that, this short ceremony is going on. We are going to witness a beautiful aerobic dance by our Jaymada children, and we are going to witness this. They are going to perform in front of the stage, and therefore you keep aside and we everyone.
ഞാൻ പറഞ്ഞ നാട്ടുകാരെ വിദ്യാർത്ഥികളെ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിന് മുന്നോടിയായി ജയ്മാത പബ്ലിക് സ്കൂളിലെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി അതിമനോഹരമായി തന്നെ ഇവിടെ ഒരു മാരത്തോൺ ഓട്ടം മത്സരിക്കുവാൻ സംഘടിപ്പിച്ച സംഘടനകൾക്ക് ആദ്യമായി ഞാൻ മുന്നിൽ 5 നാടിന്റെ ഏറ്റവും ഭംഗിയായ സ്ഥലത്താണ് നമ്മുടെ ജയ്മാത പബ്ലിക് സ്കൂളിൽ ഉള്ളത്. ഇത് അതിന്റെ മുന്നിൽ നോക്കിയാൽ കാണാവുന്നതായിരിക്കും. അതിമനോഹരമായിരിക്കും. ഏകദേശം 5 കിലോമീറ്റർ നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ ഓടി നമ്മുടെ സ്റ്റേജിലേക്ക് ഇറക്കിയെത്തുമ്പോൾ നമുക്ക് എങ്ങുമില്ലാത്ത ഒരു അനുഭൂതിയാണ് നമുക്ക് തോന്നുന്നത്. ഈ കുട്ടികളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ പാരീസിലേക്ക് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി തീർച്ചയായും ഇതിനുള്ള സ്പോർട്സുകളിൽ കൂടെ മുന്നോട്ട് വന്ന് നമ്മുടെ അച്ഛനാടിന്റെ അഭിമാനമായി മാറുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് വിദ്യാഭ്യാസം. അതുപോലെ തന്നെയാണ് കായികപരമായി കലാപരമായിട്ടുള്ള കുട്ടികൾ. ഇവിടെ ഈ ശേഖരിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിമാരൊക്കെ ഇതേപോലെ കലാപരമായി കുട്ടികളാണ് ശേഖരിക്കുന്നത്. ഇതുപോലെ നല്ല മക്കൾ വളർന്ന് നല്ല രീതിയിൽ സ്പോർട്സിലൂടെ മുന്നോട്ട് വന്ന് നല്ല ജോലിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം തന്ന മകൾ പഞ്ചായത്തിനോടും പബ്ലിക് സ്കൂളും എല്ലാവരും എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നന്ദി. Next, I would like to invite ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ വിജയ് കടലാസിനെ ക്ഷണിക്കുന്നു ആശംസകൾ അർപ്പിക്കുന്നതിന്. പോലീസ് ടീച്ചേഴ്സ്മാർ മുൻപിൽക്കും മാനവ അനിവർക്കും അൻപാത വണക്കത്തെ தெரிவித்துக்கொள்கிறேன். ரொம்ப சந்தோஷமாக நடக்கும் ஒலிம்பிக்கில் நீங்கள் எல்லாம் இந்தியாவிலிருந்து 117 பேர் ஒலிம்பிக் போயிருக்காங்க. அது எனக்கு பெருமையாக நம்ம
சொல்லப்படும். அதே போல நம்மளுடைய அஞ்சனாட்டிலிருந்து இன்னைக்கு முதலாக நம்மளுடைய ஸ்கூல் தலைமுறையில இன்னைக்கு மறைவு அஞ்சனாட்டில் நடக்குது இந்த ஒலிம்பிக். அது பயங்கர ஒரு சந்தோஷம். ஒலிம்பிக்ல பங்கெடுத்த அனைவருக்கும் மறைவு பஞ்சாயத்து சார்பாகவும் சார்பாகவும் மறைவின் அஞ்சனாட்டில் மக்கள் சார்பாகவும் அனைத்து வாழ்த்துக்களையும் தெரிவித்து இதை நடத்தி தந்த நம்மளுடைய ஜெயமாதா பப்ளிக் ஸ்கூல் எல்லா பிடிஆர்களும் ஆசிரியமார்களும் மற்றும் மாணவ செல்வங்களும் அனைவருக்கும் சார்பாக நன்றி வாழ்த்தும் தெரிவித்து விடைபெறுகிறேன். நன்றி. I invite the Sailing of Jaimada and Sister Nancy Lizarus, Principal of Jaimada Public School. I kindly invite Sister please. വേദിയിലിരിക്കുന്ന സ്നേഹ ആദരണീയരായ പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സംഘം, കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കലക്ടർ, പുതിയ പ്രസിഡന്റ് ബേജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയ് കാളിദാസ്, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥികളായി എത്തിയ ഇന്നത്തെ പ്രോഗ്രാമുകളെ ഭംഗി കണ്ടക്ട് ചെയ്ത നമ്മുടെ വിവിധ സ്കൂളുകളിലെ ടീച്ചേഴ്സ്, അധ്യാപകരെ, ഇന്നത്തെ ഈ ഒളിമ്പിക്സ് മാരത്തോണിൽ പങ്കുചേർന്ന 106 പാർട്ടിസിപ്പൻസ്, 58 വയസ്സ് മുതൽ താഴേക്ക് 9 വയസ്സ് വരെയുള്ളവരെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. വിവിധ നാട്ടുകാരെ, മത്സരങ്ങളില്ല കുഞ്ഞുങ്ങൾ, ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് പ്ലാൻ ചെയ്തപ്പോൾ മനസ്സിലെ ടെൻഷനായിരുന്നു എങ്ങനെ നടക്കും, എങ്ങനെ വിജയിപ്പിക്കും. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാര്യം ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. ഏതായാലും ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്താല് നാട്ടുകാരുടെ സപ്പോർട്ടുകൊണ്ട് ഏറ്റവും ഭംഗിയായി ഇത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. അതിൽ തന്നെ ഞാൻ എല്ലാവർക്കും ഒരു വാക്ക് നന്ദി പറയാം. എത്ര ഭംഗിയായി ഇത് പൂർത്തിയാക്കാൻ സഹായിച്ച എല്ലാവരോടും. എല്ലാവരും നോക്കിയിരിക്കുന്ന റിസൾട്ടാണ്. എനിക്കിപ്പോൾ ആദ്യമേ ഈ പങ്കെടുത്ത 106 പേരോടും അങ്ങേയറ്റം അഭിനന്ദനങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. നല്ല കൈയ്യടി കൊടുക്കുന്നത്. I'm going to announce the result. Boys, first prize goes to test number 1003, Manoj. Mr. Manoj, thank you, sir. Can I invite our senior sir? You can go with the prize. So 4,000 rupees. The first prize goes to Manoj. Manoj, MA College, Kodamangalam. Our student ആണ്. നല്ല കാര്യം. Kodamangalam Manoj 4,000 rupees നേടിയിരിക്കുന്നു. So congratulations Manoj. And next, second prize goes to just number 1036 with Jeevan. Very good. So Jeevan is from Kottayam. This is for all children of Jaimada. 3,000 rupees. Again, Abdul Safis. Again, good applause. Yes. So Jaimada student again. Congratulations.
ഈ സ്പോർട്സ് എന്താണെന്ന് കാണിച്ചിട്ട് സ്പോർട്സിന് ദൈവമാണ് സാർ. Again, fourth prize goes to test number 10550, the Srikanth. Test number 1050. Yes, congratulations, Srikanth. Anyway, you can actually also, test number 1013, Sharon. Test number 1052, Sri Murugan. Yes. Okay, Sri Murugan is now Government High School, Marayur. Congratulations, Sri Murugan. ஃபர்ஸ்ட் இடத்துல வந்து நேஷனல் அமௌண்ட் எங்க ஏரியாவா ரெண்டாவது வந்தது நேஷனல். Congratulations, Sri Murugan. Prize goes to test number 1053, Satyaraj. அடுத்து Test number 1053, Satyaraj. Congratulations. Okay, Satyaraj also from Government High School, Marayur. So, test number 1027, our own Abhiram is. Congratulations, Abhiram. Test number 1062, Francis Xavier. The last boys place 7A. Arvind Kumar. Teresa. Okay, it's Arvind also from Government High School, Marayur. So those are second class. Then the first prize goes to test number 1073, De Janita. Okay, congratulations, sir. Which you already Tamil Nadu answer. Okay, she's from Pirupur. I invite her to and he's getting 3,000 rupees. December 1054, Anandi S. Second part,
Again, more praise goes to chess number 1057, Vinita B. So you got that several inmates and Vinita also from high school. So congratulations to the PT teacher, Aruna. So you know you have to be the family vice president, you can do the test. And prize goes to chess number 1059, Mahila G. We are very happy. These are once again congratulations. Let's keep everything very good, please. Again, sixth prize goes to chess number 1056, Vinodha. Again, second number. നമ്മുടെ നാട്ടിൽ നല്ല സ്പോർട്സ് സീറ്റുള്ള കുട്ടികളുണ്ടെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ കൺഗ്രാജുലേഷൻസ്. Again, the seventh prize goes to chess number 1072, our own Sri Devi. Again, prize goes to chess number 1010, our own Kavya G. Is the ninth prize goes to chess number 1060, Yafida. Again, second prize goes to last, the tenth prize goes to chess number 1076, Shivani, our own Shivani first first. Congratulations. ഈ പാർട്ടിസിപ്പൻസ് പറഞ്ഞിരുന്ന ഏജ് ലിമിറ്റ് 13 വയസ്സിന് മുതൽ മുകളിലേക്കാണ്. പക്ഷെ 3 കുട്ടികൾ അതിൽ താഴെയാണ്. അവർ പറഞ്ഞാൽ പ്രൈസ് വേണ്ട, ഞങ്ങൾക്ക് ഓടിയാൽ മതി എന്ന് മാത്രം പറഞ്ഞു വന്ന 3 കുട്ടികളുണ്ട്. അപ്രീസിയേഷൻ കൊടുക്കാൻ റെഡിയായിരിക്കുന്നു. ഞാൻ അവരെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അത് മറ്റേ It's 9 years old. Then Midul E, 11 years old. Then Vishal Prince, there is a good approach to this. Yeah, 8 years, 9 years, and 11 years. And seniors are Vishal. Please come on.
Why students were studying at this place, we have to approach the students. തീർച്ചയായിട്ടും ഇതിനകത്ത് ഏറ്റവും മുതിർന്ന ആളെ കൂടി ആദരിക്കാനുള്ള മര്യാദയാണ് 58 വയസ്സുള്ള മേരിക്കുട്ടി ജെയിംസ്. മേരിക്കുട്ടി ജെയിംസ് and also the participants. നന്ദിയുടെ ഒരു വാക്ക് അതിന്റെ തന്നെ ഏറ്റവും ഭംഗിയൊരു പ്രവൃത്തിയായി നമുക്ക് അനുഗ്രഹം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. നല്ല കാലാവസ്ഥ നൽകുന്ന അനുഗ്രഹിച്ചു ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ക്ഷണം സ്വീകരിച്ചിവിടെ വന്ന നമ്മുടെ സ്വന്തം തിരക്കുകളുടെ ലോകത്ത് ആണെന്ന് നമുക്കറിയാം. എങ്കിലും ഇന്നലെ സാർ യാത്രയിലെന്ന് ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എത്തി ഞങ്ങളുടെ കൂടെ ആയിരുന്നു. ഇന്നത്തെ ക്രമീകരണമെല്ലാം ചെയ്തു തന്ന സാറിന് ഈ നാടിന്റെ മുഴുവൻ നന്ദി അറിയിക്കുന്നു. ഒപ്പം അതോടൊപ്പം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സാധനങ്ങളോടും ഞങ്ങളുടെ നന്ദി. ട്രാഫിക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു തന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ സ്റ്റാഫിനോടും ഞങ്ങളുടെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ എപ്പോൾ വിളിച്ചാൽ ഓടിയെത്തുന്നവരാണ് നമ്മുടെ റേഞ്ച് ഓഫീസർ അർജുൻ സാർ. സാറിനെ ഞാൻ നേരിട്ട് വിളിച്ചിട്ട് ഞങ്ങൾ ടീച്ചേഴ്സ് പോയി വിളിച്ച് കണ്ടു. സാർ വരാമെന്ന് സമ്മതിച്ചു. ഇന്ന് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തി. ഇവിടെ ആയിരുന്നുകൊണ്ട് നല്ലൊരു സന്ദേശം നൽകി സാന്നിധ്യങ്ങളുടെ കൂടെയായിരുന്ന അർജുൻ സാറിന് ദേവാലയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്ന മറ്റ് എല്ലാ സ്റ്റാഫിനോടും. അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സാറിനെനിക്ക് അധികം പരിചയമില്ല. സാധനങ്ങളിൽ വന്നതുകൊണ്ട് കുറച്ചുപേരെ അറിയാം. എങ്കിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന സുരേഷ് സാറിനും ദേവിമാരുടെ പ്രത്യേക നന്ദിയും സ്നേഹം അറിയിക്കുന്നു. കാന്തല്ലൂർ നമ്മുടെ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കോഴിക്കടവിൽ എത്താമെന്ന് പറഞ്ഞെങ്കിലും അസൗകര്യം മുന്നെത്താൻ പറ്റിയില്ല. എങ്കിലും ഓടി നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിൽ വരികയും അതിന്റെ എല്ലാ സഹായങ്ങളും ചെയ്തു തരികയും ചെയ്ത കൗൺസിലറിനോടുള്ള നന്ദി സ്നേഹവും കടപ്പാടും പറയുന്നു. നമ്മുടെ സ്വന്തം ബെഞ്ചിനെ മാത്രമേ എടുത്ത് പറയുന്നില്ല. ഒപ്പം PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, കഴിഞ്ഞ വർഷത്തെ PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ഇതിലുള്ള എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് ഏറ്റവും ഭംഗിയായി ചെയ്തത് നമ്മുടെ PTA പ്രസിഡന്റും PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സുമാണ്. നല്ലൊരു PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് കൊടുക്കുക എല്ലാ കാര്യങ്ങളും. ഞാൻ പറഞ്ഞത് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, എന്ന് പറയും. ഏറ്റവും ഭംഗിയായിട്ട് PTA ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയ് കാളിദാസ് അവരുടെ സ്വന്തമാണ്. കോവിൽക്കടവിൽ വന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇവിടെ വന്ന് നമുക്കുള്ള സന്ദേശം നൽകി ഏറെ സ്നേഹത്തോടെ ദേവമാതയുടെ നന്ദി സ്നേഹവും കടപ്പാടും വിജയ് കാളിദാസിനെ അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ ടീച്ചേഴ്സ് സെന്റ് മേരീസ് സ്കൂളിലെ ഹൈസ്കൂൾ അജോ സാർ, ഞങ്ങളുടെ സ്വന്തം PT സാറായിരുന്ന പ്രദീപ് സാർ, നിങ്ങൾ 4 പേരില്ലേ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അത് പറയുന്നു. നിങ്ങളാണ് ഇതിന്റെ എല്ലാ നിർദ്ദേശങ്ങളും നൽകിയതും കുട്ടികളെ ട്രെയിൻ ചെയ്ത് പറഞ്ഞയച്ചത്. അതുകൊണ്ട് എല്ലാ ഗ്രൗണ്ട് സപ്പോർട്ടേഴ്സ് വന്ന ഈ നിമിഷം വരെ കൂടിയായിരുന്ന
സ്വന്തം ടീച്ചേഴ്സിന് ജയമാലയുടെ എല്ലാ നന്ദിയും അറിയിക്കുന്നു. ഇനി ഏറെ നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നത് ഈ നാട്ടുകാരോടാണ്, പ്രത്യേകിച്ച് ഇവിടെയുള്ള ഡ്രൈവേഴ്സിനോട്. ഈ ബസ് സ്റ്റാൻഡ് എത്ര മനോഹരമായിട്ട് ഭംഗിയാക്കി അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നത് ഇവിടെയുള്ള ഡ്രൈവേഴ്സ് യൂണിയൻ ആൾക്കാരാണ്. ഞങ്ങളുടെ ജയമാല കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി, സ്നേഹം, കടപ്പാട് ഇവിടെയുള്ള എല്ലാ ഡ്രൈവേഴ്സ് ഞങ്ങൾ അറിയിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസ് ആവശ്യപ്പെടുന്നു, നമ്മുടെ പി.ടി. സാറിനൊക്കെ താങ്ക്സ് പറയണം. നമ്മുടെ സ്വന്തം എല്ലാ കാര്യങ്ങളും ചെയ്തത് നമ്മുടെ പി.ടി. സാർ, ശശികുമാർ സാർ. നല്ലൊരു കൈയ്യടി നമ്മുടെ ഒപ്പം നമ്മുടെ എല്ലാ ടീച്ചേഴ്സും മുമ്പിലും നിന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തത് നമ്മുടെ സ്വന്തം ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സ് എല്ലാവർക്കും നന്ദി. ആവശ്യമില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ നമ്മൾ നടത്തുന്നത് കാണാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് പോകും. കാണാനും കേൾക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെയായി ഇവിടെ ആയിരിക്കുന്ന എല്ലാവരോടും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഒപ്പം അനൗൺസ്മെന്റ് ഭംഗിയായി നടത്തിയ സൈമൺ, നമ്മുടെ എല്ലാ കാര്യങ്ങളും കൂടെ ഉള്ളവരാണ്. സൈമണോടും സൗണ്ട് വളരെ കൃത്യമായിട്ട് വന്ന സാഗർ സതീഷിനോടും ഞങ്ങൾ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇങ്ങനെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നെ എല്ലാവരോടും, ഞങ്ങളുടെ ഡ്രൈവറേറ്റർമാരോടും ബാക്കിയുള്ള എല്ലാവരോടും ഞാൻ എല്ലാ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ ഒരു പേരിന്റെ അവിടെ ഇട്ടുണ്ട്, 46 വയസ്സിലായി. പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ താല്പര്യമാണ്. എനിക്ക് സമ്മാനം വേണ്ട, പക്ഷെ ജയമാലയുടെ പേരെഴുതി സർട്ടിഫിക്കറ്റ് എനിക്ക് എന്റെ വീട്ടിൽ വെച്ചാൽ മതിയെന്ന് ഞാൻ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ 2 മക്കളുടെ അമ്മയാണ്. അമ്മയൊക്കെ സന്തോഷം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും മീഡിയ മെമ്പേഴ്സ് ഉണ്ട്, അവരോട് പ്രോഗ്രാം കവർ ചെയ്ത മീഡിയ മെമ്പേഴ്സിനോടും ഫോട്ടോ ക്യാമറമാൻ ജിതേഷ് സാർ എല്ലാവരും നന്ദി സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഈ ക്യാഷ് പ്രൈസ് മുഴുവൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മജോറിറ്റി ഞങ്ങളുടെ പി.ടി. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് തന്നെയാണ്. അല്ലാതെ പുറത്തുനിന്നുള്ള കുറച്ച് പേരൻസും നാട്ടുകാരും ഈ ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. മൊത്തം 23,500 രൂപ സ്പോൺസർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ ക്യാഷ് പ്രൈസ് എന്ന സഹായിച്ച എല്ലാവരും നന്ദി സ്നേഹവും അറിയിക്കുന്നു. അപ്പൊ പേര് വായിക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ പേര് വന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാവുന്നതാണ്. ജ്യൂസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അയക്കണമെങ്കിൽ ചേച്ചിമാരെ റെഡിയായി കണ്ട് സമീപിക്കേണ്ടതാണ്.